ഡിപ്രഷൻ. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊക്കെ ഒരു ഡിപ്രഷൻ വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ഈ ഡിപ്രഷൻ? സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മെൻ്റൽ ഡിസോർഡർ. അതായത് ഒരാളുടെ ഒരു ഡിപ്രസ്ഡ് മൂഡ്, ലോസ് ഓഫ് പ്ലെഷർ, സന്തോഷമില്ലായ്മ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഇതിനെയൊക്കെ നമുക്ക് ഡിപ്രഷൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. വളരെ ലളിതമായി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ദുഃഖിതമായ മനോനിലയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഈ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. ചിലവർക്ക് വലിയ വലിയ ഡിപ്രഷനായിരിക്കാം, ചിലവർക്ക് ചെറിയ ചെറിയ ഡിപ്രഷനായിരിക്കാം. വലിയ ഡിപ്രഷൻ ഇൻ ദ സെൻസ് ഒരു ഇൻറ്റൻസ് ബ്രേക്കപ്പ് ഉണ്ടാവുക. അതായത് നമ്മൾ ഒരുപാട് കാലം ജീവന തുല്യം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ്, അതൊരു ഡിപ്രഷനാണ്. അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായി കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എഴുതിയൊരു പരീക്ഷ നമ്മൾ 100% വിജയിക്കുമെന്ന് തീരുമാനിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഫെയിലിയർ, അതൊരു കൈൻഡ് ഓഫ് ഡിപ്രഷനാണ്. ഇനി ചെറിയ ചെറിയ ഡിപ്രഷൻ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇഷ്യൂസ്, നമ്മൾ ഫ്രണ്ട്സ് തമ്മിലുണ്ടാവുന്ന ഇഷ്യൂസ്, ഓഫീസിലുണ്ടാവുന്ന ഇഷ്യൂസ്, ജോലിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഡിപ്രഷനും നമുക്ക് ഡിപ്രഷൻ്റെ ഓരോ സ്റ്റേജസ് ആയി കണക്കിടാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. കാരണം ഡിപ്രഷൻ ഈസ് എ കോമൺ തിങ് ബിക്കോസ് അവർ ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ആരും ജീവിതകാലം മൊത്തം സന്തോഷത്തോടെ ജീവിച്ചവരുമില്ല, ജീവിതകാലം മൊത്തം ദുഃഖിച്ച് മാത്രം ജീവിതം കഴിച്ചു കൂട്ടിയവരുമില്ല. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ഹൗ ടു ഓവർകം ദ ഡിപ്രഷൻ എന്ന് പറയുന്നിടത്താണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ദോസ് ഹു നോ ഹൗ ടു ഓവർകം ദ ഡിപ്രഷൻ ദേ വിൽ സക്സീഡ് ഇൻ ദിയർ ലൈഫ്. ദോസ് ഹു ഡസൻറ്റ് നോ ടു ഓവർകം ദ ഡിപ്രഷൻ ദേ ലൂസ് ദിയർ ലൈഫ്. അതാണ് പ്രശ്നം. നമ്മളെ നാട്ടിൽ മാത്രം ഒരു വർഷത്തിൽ 8 ലക്ഷം പേര് ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്യുന്നുണ്ടെന്നും, അതായത് 40 സെക്കൻഡിന് ഒരാൾ എന്ന റേഷ്യോയിൽ ഇന്നും നമ്മളെ നാട്ടിൽ ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും? ഡിപ്രഷൻ എല്ലാവർക്കും വരുന്നതാണല്ലോ. അപ്പോൾ അവർ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്നുള്ള സ്ഥലത്ത് പതറിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആത്മഹത്യ പോലെയുള്ള ഒരു സൊല്യൂഷനിലോട്ട് പോകുന്നത്. സോ ഫ്രണ്ട്സ്, today I am here you with 3 tips which will really helps you to overcome the depression. So let's see what are they. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ഇറ്റ്. അതായത് എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര വലിയ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര വലിയൊരു തോൽവി നമ്മളെ ജീവിതത്തിൽ വന്നാലും, ആ ഒരു പരാജയത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് അഗ്രി വിത്ത് ദാറ്റ്. ഓക്കെ, ഐ അഗ്രി ദാറ്റ് എന്ന് നമ്മളെ കോൺഷ്യസ് മൈൻഡ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യണം. അതായത് ആ റിയാലിറ്റി ഇന്നതാന്നുള്ളത് ഫീഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ്റെ 50% നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെ ഭാഗത്തല്ല തെറ്റ്, വേറൊരാളെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ആർഗ്യൂ വിത്ത് ദാറ്റ്. എന്താണെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി വീണ്ടും കഴിഞ്ഞൊരു കാര്യത്തിന് ആർഗ്യൂ ചെയ്ത് നമ്മളെ തന്നെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. സോ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് സ്റ്റോപ്പ് ആർഗ്യൂ വിത്ത് ദാറ്റ്. ദിസ് ഇസ് വാട്ട് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം, ഓപ്പൺ ഇറ്റ് ഔട്ട് വിത്ത് സമവൺ എൽസ്. അതായത് നമുക്കൊരുപാട് വിശ്വസ്തനായ, നമ്മളൊരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് ഉറപ്പില്ല, നമ്മൾ ഏത് വിഷമങ്ങൾ പറഞ്ഞാലും നമുക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റുന്ന നമ്മൾ ജീവിതത്തിൽ വിചാരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവുമല്ലോ. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങൾ തുറന്ന് പറയാം. അതായത് ജസ്റ്റ് ഷെയർ ഇറ്റ് എമോഷണലി. അപ്പം അങ്ങനെ തുറന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളെന്ന് പറയുന്നത് അത്ര വിശ്വസ്തനായ ഒരാളായിരിക്കണം കേട്ടോ. അതാരുമാവാം. നിങ്ങളെ ഹസ്ബൻഡ് ആവാം, നിങ്ങളെ വൈഫാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളെ പേരൻസ് ആവാം. ആരാണെങ്കിലും അവരൊരിക്കലും നിങ്ങളെ ചതിക്കില്ല. ഒരിക്കലും നിങ്ങളെ വിഷമത്തിൽ അവർ ആനന്ദം കണ്ടെത്തില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് വേണം. അതല്ലാണ്ട് കാണുന്നവരത്തൊക്കെ പോയി നമ്മളെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ ചെയ്യരുത്. നമ്മൾ സെലക്റ്റീവായിട്ട് വേണം നമ്മളെ ലൈഫിൽ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ.
എന്നിട്ട് അവരുടെ അടുത്ത് നമ്മളെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴേക്ക് നിങ്ങളൊരു 70% ഓക്കെ ആയി തീരും. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, തിങ്ക് വാട്ട് നെക്സ്റ്റ്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. വി കാൺട്ട് ഓൾവേസ് സ്റ്റിക്ക് ഓൺ വിത്ത് ദ പാസ്റ്റ്. നമുക്ക് നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞല്ലോ. സോ വി ഷുഡ് മൂവ് ഓൺ. അതിന് എന്ത് ചെയ്യാം, വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ഐഡിയ കണ്ടെത്തുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. വാട്ട് എവർ ബി ദ റീസൺ, വി നീഡ് ടു ഓവർകം ഇറ്റ്, റൈറ്റ്? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് അവർ ലൈഫ് ബെറ്റർ. നമ്മളെ ലൈഫ് നന്നാക്കാൻ വേറെ ഒരാളും വരാൻ പോകുന്നില്ല. അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും നമ്മളാണ്, സന്തോഷം തിരിച്ചു കൊണ്ടുവരേണ്ടതും നമ്മളാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കണ്ടുപിടിച്ച് അതിനോട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. സോ നിങ്ങൾ ഈ 3 കാര്യങ്ങളും ചെയ്യാൻ റെഡിയാണെങ്കിൽ ഷ്യോർലി യു ക്യാൻ ഓവർകം ദ ഡിപ്രഷൻ, ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, don't be the prisoner of our past. Be the architect of our future. Just keep it in your heart and move on with the quote. All the best.